ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ആരെങ്കിലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോളോ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ടെലിപ്പതി ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ എന്നുള്ളത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുമായിട്ട് ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആ ഒരു ചിന്തയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെന്നല്ലേ? കുറച്ച് പ്രോസസ്സുകളുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാനും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പറ്റുമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇൻകേസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ബിസിയാണെന്ന് വിചാരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലോട്ടോ ആരിലോട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിടുക. പിന്നെ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ആ വീഡിയോ പോയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടാലും മതി. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും പൂർണ്ണമായിട്ട് കാണുക. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യമേ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പക്കൽ അവരുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ, ഒരു ഫോട്ടോ ആവാം അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോസ് ആവാം, ഇത് ഓപ്ഷനിലാണ്. ഇതുകൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പവർഫുൾ ആയിരിക്കും. അപ്പോൾ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഒന്ന് ഫോണിലെടുത്ത് ഒന്ന് നോക്കുക. 1 മിനിറ്റോളം അവരുടെ ഫോട്ടോസിലൂടെ കണ്ണോടിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് അവരുടെ ഇങ്ങനെ ഫോണിൽ നോക്കുക. ഇത് ഏകദേശം 1 മിനിറ്റോളം ചെയ്യുക. ഇനി 1-2 ഫോട്ടോസ് ഉള്ളെങ്കിൽ ആ ഫോട്ടോ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാലും മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. മനസ്സിനെ ശാന്തമാക്കണം എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ് ഈ ഒരു സാധനം, തോട്ടിനെ കൊടുക്കേണ്ടത്. അപ്പോൾ സബ് കോൺഷ്യസ്ലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെലിപ്പതി ചെയ്യുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകണം. അപ്പോൾ അതിനാദ്യം നമ്മളെ കാമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രീത്തിങ് ചെയ്യണം. ബ്രീത്തിങ് എത്ര ബ്രീത്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയാം. ഒരു 20 ബ്രീത്ത് ചെയ്താൽ മതി. അത് വളരെ സാവധാനത്തിൽ ശ്വാസം അകത്തേക്ക് എടുക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വായിലൂടെ വിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ റിലാക്സേഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അതൊരു 20 ടൈംസ് ചെയ്യുക. വളരെ സാവധാനത്തിൽ ചെയ്യുക, ടൈം എടുത്ത് ചെയ്യുക. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ പഠിച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത്, ആ ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിൽക്കുന്നതായിട്ടോ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടും. നമ്മൾ ഫോട്ടോസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ആ വ്യക്തിയെ നമ്മുടെ മുൻപിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, അവരുടെ ഈ ഒരു തേർഡ് ഐ പോയിന്റ് ഉണ്ടാവും, അവരുടെ നെറ്റിയുടെ മധ്യഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന 1, 2, 3 സെൻറ്റൻസുകളുണ്ട്. ഈ സെൻറ്റൻസുകൾ ജസ്റ്റ് ഒന്ന് പറയുക. ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, നീ എന്നെ ഇഷ്ടപ്പെടുന്നു, നീ എനിക്ക് മാപ്പ് നൽകുന്നു, നീ എന്നെ വിളിക്കുന്നു, ഞാൻ സന്തോഷവാനാകുന്നു. 5 സെൻറ്റൻസുകളാണ്. ഒന്നുകൂടി പറയാം. നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, നീ എന്നെ ഇഷ്ടപ്പെടുന്നു, നീ എനിക്ക് മാപ്പ് നൽകുന്നു, നീ എന്നെ വിളിക്കുന്നു, ഞാൻ സന്തോഷവാനാകുന്നു. കിട്ടിയോ? അപ്പോൾ ഈ 5 സെൻറ്റൻസുകൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറഞ്ഞുതരാം. ഓക്കെ, പിന്നീട് പതിയെ അത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോളം റിപ്പീറ്റ് ചെയ്യാം. ഈ സെൻറ്റൻസ് തന്നെ, ഈ 5 സെൻറ്റൻസ് തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാം. ശേഷം പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 10 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് സാവധാനത്തിൽ ചെയ്ത് കാമായതിന് ശേഷം പതിയെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഈ സബ് കോൺഷ്യസ് ലെവലിൽ ഈ 5 തോട്ടുകൾ നിങ്ങൾ ആ വ്യക്തിയിലോട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ടെലിപ്പതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മൾ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വിളിക്കുന്നതൊക്കെ പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒരു ടെലിപ്പതിയുടെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള പവറും ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് റിസീവ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻഡ് ചെയ്യാനുള്ള ശക്തി കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിരന്തരം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. ചില ആളുകൾക്ക് ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യേണ്ടി വരും ഒരു എക്സാക്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിനിമം ഒരു 10 ദിവസമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചിന്തയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ പറയാനുള്ളത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ സീക്രട്ട്, ഉപബോധ മനസ്സിൻ്റെ ശക്തി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുക. ഒരു ബേസിക് നോളജ്. അത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തിയിട്ട് വായിക്കാനായിട്ട് തുടങ്ങും. തീർച്ചയാണ്. കാരണം അത്രയും അറിവ് ആ പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. പിന്നെ അതുകൂടാതെ ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കാനും അത് പ്രാക്ടിക്കലി എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് അറിയാനും ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 21 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. രാവിലെ ഒരു 15 മിനിറ്റും രാത്രി ഒരു 15 മിനിറ്റും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. കുറേ പണം സമ്പാദിക്കണം, കുറേ കാറുകൾ മേടിക്കണം, വീട് വാങ്ങിക്കണം, അങ്ങനെ ഒരു ലക്ഷ്വറി ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നേടിയ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാഷൻ ഉണ്ടായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല പാട്ടുകാരനാവണമെന്നായിരിക്കും, ചില ആളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്നായിരിക്കും, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗവൺമെൻറ് ജോലിയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെ ഓരോരുത്തരുടെയും ആഗ്രഹം വ്യത്യസ്തമാണ്. അപ്പം നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷൻ എങ്ങനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റും, അവിടെ എനിക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ ഡീപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സ്. ഇതിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. അതിലൂടെ കടന്നു പോവുക മാത്രമല്ല, നമ്മൾ ഓരോ മാസവും എങ്ങനെയാണ് നമ്മുടെ ഗോൾസുകൾ സെറ്റ് ചെയ്യേണ്ടത്, ഓരോ മാസം അതെങ്ങനെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഒരു വർഷത്തെ ഗോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, ഒരു 10 ഇയേഴ്സിലെ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഒരു 10 വർഷത്തെ ഒരു ഡ്രീം കണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള, സമ്പത്തുണ്ടാക്കിയിട്ടുള്ള, വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. അവരുടെ പുറകിൽ കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരിക്കും. ആ വർഷങ്ങളിൽ അവരെങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത്, എന്തെല്ലാം സീക്രട്ടുകളാണ് ഉപയോഗിച്ചത്, അവരുടെ ചിന്തയെ അവരെങ്ങനെയാണ് അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രഹസ്യം നിങ്ങളുടെ കൈകളിലായി. പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്ക്
വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ ഒരു കോഴ്സ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ച് എൻക്വയറി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വളരെ ചെറിയൊരു ഫീസിന് മാത്രമാണ് നമ്മൾ നൽകുന്നത്. ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന റിസൾട്ട് വളരെയധികം വലുതാണ്. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് അവർക്ക് ലഭിക്കുന്ന റിസൾട്ട്. ധാരാളം ഫീഡ്ബാക്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. എന്തെങ്കിലും ഫീഡ്ബാക്സുകളോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്ത ആളുകളുടെ അഭിപ്രായങ്ങളോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ അയച്ചു തരുന്നതാണ്. പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം വന്നതിന് ശേഷം മാത്രം നിങ്ങളിത് അറ്റൻഡ് ചെയ്യുക. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. എല്ലാം അറിയാം, പക്ഷെ വിശ്വാസം ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഉറപ്പിക്കുന്നതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ പഠിക്കുക, വായിക്കുക, അറിയുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ ഉന്നതങ്ങളിലോട്ട് പോവുക. കാരണം ഈ അറിവ് കിട്ടിയ ആളുകളൊക്കെ, ഈ അറിവ് പല ആളുകൾക്കും കേൾക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, പക്ഷേ ഇത് മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്ത ആളുകളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. മുകളിൽ നമ്പറുണ്ട്. നിങ്ങളുടെ വിജയം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. എനിവേ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.